ഡൽഹി സന്ദർശന വിവാദത്തിന് പിന്നാലെ കേന്ദ്രമന്ത്രി ജെ.പി. നഡ്ഡയുമായി സംസ്ഥാന ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ കൂടിക്കാഴ്ചയ്ക്ക് കളമൊരുങ്ങുന്നു. ഡൽഹി സന്ദർശനത്തിന് തലേന്ന് കേന്ദ്ര ആരോഗ്യമന്ത്രിയുമായി കൂടിക്കാഴ്ചയ്ക്ക് അനുമതി തേടിയ കത്തിന്റെ വിശദാംശം മന്ത്രി വീണ ജോർജ് പുറത്തുവിട്ടു. ആശാ വർക്കേഴ്സിന്റെ സമരത്തെ രാഷ്ട്രീയമായി ഉപയോഗിക്കാൻ അനുവദിക്കില്ല എന്ന് CPIM വ്യക്തമാക്കി. ആരോഗ്യമന്ത്രി വീണ ജോർജ് ഡൽഹിയിലെത്തിയിട്ടും ആശാ വർക്കേഴ്സിന്റെ സമരത്തിൽ കേന്ദ്ര ആരോഗ്യമന്ത്രി ജെ.പി. നദ്ദയുമായി കൂടിക്കാഴ്ച നടത്താതെ മടങ്ങിയതാണ് വിവാദങ്ങൾക്ക് തിരികൊളുത്തിയത്. വിവാദങ്ങൾക്കിടെയാണ് കേന്ദ്ര ആരോഗ്യമന്ത്രി ജെ.പി. നദ്ദയുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് വഴിയൊരുങ്ങുന്നത്. തിങ്കളാഴ്ചയോ ചൊവ്വാഴ്ചയോ കൂടിക്കാഴ്ച നടന്നേക്കും. കഴിഞ്ഞ ദിവസത്തെ ഡൽഹി യാത്ര കേന്ദ്ര ആരോഗ്യമന്ത്രിയെ കാണാനാണെന്ന് താൻ പറഞ്ഞിട്ടില്ലെന്നാണ് വീണ ജോർജിന്റെ വിശദീകരണം. ചില മാധ്യമങ്ങൾ തന്നെ ക്രൂശിക്കാൻ ശ്രമിക്കുന്നെന്നും മന്ത്രി. ഞാൻ അപ്പോയിന്റ്മെന്റ് തേടിയതാണോ പ്രശ്നം? ഇപ്പൊ നിങ്ങൾ നിങ്ങളുടെ ഊഹങ്ങളിൽ വാർത്ത കൊടുക്കുന്നു. ആ ഊഹങ്ങൾക്കനുസരിച്ച് പ്രതികരിക്കാൻ എനിക്ക് പറ്റില്ല. ഞാൻ പറയേണ്ട കാര്യങ്ങൾ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. കേന്ദ്ര സ്കീമിലുള്ള ആശമാരുടെ സമരത്തിന്റെ പശ്ചാത്തലത്തിൽ ഡൽഹിയിൽ കേന്ദ്രമന്ത്രിയെ കാണാൻ അനുവാദം തേടിയത് തെറ്റാണോ? എനിക്കതാ അറിയാതെ തെറ്റാണോ? യാത്രയ്ക്ക് മുമ്പേ കേന്ദ്രമന്ത്രിയെ കാണാൻ അനുമതി തേടി നൽകിയ കത്തിന്റെ വിശദാംശങ്ങളും വീണ ജോർജ് പുറത്തുവിട്ടു. കത്തിന് മറുപടി ലഭിച്ചില്ലെന്ന് വീണ ജോർജ്. കൂടിക്കാഴ്ചയ്ക്ക് സമയം തേടിയിരുന്നത് താൻ അറിഞ്ഞില്ലെന്ന് ജെ.പി. നദ്ദയും. എന്നാൽ ഡൽഹി സന്ദർശനത്തിൽ വീണ ജോർജിനെതിരെ ആശാ വർക്കേഴ്സ് രംഗത്തെത്തി. മന്ത്രി പറഞ്ഞു എന്തെന്ന് ഇന്നത്തെ പത്രത്തിൽ കേന്ദ്രത്തിൽ ഇൻസെൻറ്റീവ് കൂട്ടി അത് എത്രയാണെന്ന് അറിഞ്ഞാൽ ഉടനെ നടപടി എടുക്കുമെന്നാണ്. കേന്ദ്രത്തിൽ ഇൻസെൻറ്റീവ് കൂട്ടാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിന് ഓണറേറിയം ഇവിടെ കൂട്ടാനുള്ളത് എന്താണെന്നുള്ള നടപടി എടുക്കണമെന്നാണ് പറയുന്നത്. ആശാ വർക്കേഴ്സിന്റെ സമരത്തെ സർക്കാരിനെതിരായ രാഷ്ട്രീയ നീക്കമായി ഉപയോഗിക്കാൻ അനുവദിക്കില്ലെന്നാണ് CPIM നിലപാട്. സമരം നടത്താനുള്ള അവകാശം ജനാധിപത്യ അവകാശമാണ്. ആർക്കും സമരം ചെയ്യാം. ഇടതുപക്ഷ ജനാധിപത്യ ഗവൺമെൻറ് വിരുദ്ധ സമരമാക്കി രൂപപ്പെടുത്താനാണ് മാധ്യമങ്ങളും അതുപോലെ തന്നെ ബൂർഷ്വാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും. അതിൻ്റെ പുറമെ ഇപ്പോൾ INTUC പോലും ആ സമരത്തിൻ്റെ പിന്നിലില്ല. പക്ഷേ UDF അതിൻ്റെ പിന്നിലാണ്, BJP അതിൻ്റെ പിന്നിലാണ്, ശരിയായൊരു മഴവിൽ സഖ്യം അതിൻ്റെ പിന്നിൽ വന്നിട്ടുണ്ട്. ഇതിനിടെയാണ് കേന്ദ്ര ആരോഗ്യമന്ത്രി ജെ.പി. നദ്ദയുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് UDF MPമാർ അനുമതി തേടിയത്. 24 തിരുവനന്തപുരം.